ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ്. അതായത് പുട്ടാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പുട്ടുമാവ് എടുത്തിട്ടുണ്ട്. ഈ മാവ് വന്ന് നിങ്ങൾക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും. ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഈ മാവിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എങ്കിൽ 2 കപ്പ് അരിപ്പൊടി വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ 2 കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കണം. ഈ മാവിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് നല്ല ഇളക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം വന്ന് മാവിൻ്റെ മുകളിലെല്ലാം ചേരുന്നത് പോലെ ഒഴിച്ചു കൊടുക്കണം. മാവ് കൈകൊണ്ട് ഇളക്കരുത്. ഇത് ഒരു 15 നിമിഷം നമുക്ക് അടച്ചു വെക്കണം. അതിനുശേഷം വേണം കൈകൊണ്ട് ഇളക്കാൻ. പതിനഞ്ച് നിമിഷം കഴിഞ്ഞ് നോക്കിയാൽ വെള്ളമെല്ലാം മാവിൽ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. മാവ് നല്ല നനഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട വരാതെ നല്ല ഒന്ന് കൈകൊണ്ട് കുഴച്ചു കൊടുക്കണം. ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണം. വെള്ളം ഒരുപാട് കൂടരുത്. സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. പലർക്കും പരാതിയുണ്ട്, പുട്ട് ചുട്ടാൽ ഒരേ മാവ് പോലെ ഇരിക്കും, വേഗുന്നില്ല, അങ്ങനെയുള്ള ചില പരാതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടുമുള്ള പുട്ട് ലഭിക്കും. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കട്ടകൾ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരുപാട് നേരം ഓടാൻ വിടരുത്. ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അരയ്ക്കണം. അങ്ങനെ ഒരുപാട് നേരം ഓടാൻ വിട്ടാൽ മാവ് വന്ന് കുഴഞ്ഞു പോകും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി ഇതേപോലെ എല്ലാ മാവും നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കട്ടിയില്ലാതെ നല്ല വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പുട്ടുമേക്കർ എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ച് ചുട്ടെടുക്കാം. ഇതിൽ ചില്ലിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് തേങ്ങ ഇടണം. തേങ്ങ ഇട്ടാലേ ആവി നമുക്ക് എളുപ്പം വരികയുള്ളൂ. മാവിട്ടിട്ട് ഒരുപാട് അമക്കരുത്. അങ്ങനെ അമക്കിയാൽ എളുപ്പം നമുക്ക് വെന്ത് കിട്ടുകയില്ല. ഇതൊരു കുക്കറിൽ വെച്ചാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള പുട്ടുമേക്കർ ഇല്ലെങ്കിൽ സാധാരണ പുട്ടുകുറ്റിയിൽ ചുട്ടാൽ മതി. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടുപ്പിൽ നിന്നും എടുത്തു മാറ്റാം. ഈസി റെസിപ്പിക്ക് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ സിമ്പിൾ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. നല്ല ആവി പറക്കുന്ന പുട്ട് റെഡിയായിട്ടുണ്ട്. ഇത് പഞ്ചസാര, പഴം, ഇല്ലെങ്കിൽ പപ്പടം
പയറ്, കടലക്കറി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ കൈപുണ്യത്തിൻ്റെ അടുത്ത് ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതേപോലെ തന്നെ അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. താങ്ക് യു.